ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വേടന്റെ ഹർജിയിൽ വാദം പൂർത്തിയായാൽ ഹൈക്കോടതി ഉത്തരവിനായി മാറ്റിവെക്കും. റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരും നിലപാട് അറിയിക്കും. വേടനെതിരെ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും പോലീസ് ഹൈക്കോടതിയിൽ വിശദീകരിക്കുന്നതായിരിക്കും. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, പരാതിക്കാരി പറയുന്നത് സ്ഥിരം കുറ്റവാളിയാണ് ഈ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി എന്നാണ്. അതെ ദേവിക, അതായത് വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ സമാനമായിട്ടുള്ള പരാതികൾ നേരത്തെയും പെൺകുട്ടികൾ ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കടക്കം 2 പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പരാതിക്കാരി ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം അല്ലെങ്കിൽ നിലപാട് അറിയിക്കാനായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് എത്ര കേസുകളാണ് കേരളത്തിൽ മറ്റ് സ്റ്റേഷനുകളിൽ വേടൻ എന്ന ഈ പറയുന്ന ഹിരൺദാസ് മുരളിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും അറിയിക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം നൽകിയ നിർദ്ദേശം. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിക്കുക തന്നെ ചെയ്യും. ഈ മീറ്റു ആരോപണങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെട്ട വ്യക്തിയാണ് വേടൻ. അതുമാത്രമല്ല, ഒരു സ്ഥിരം കുറ്റവാളി. കൂടാതെ തന്നെ ഈ മീറ്റു ആരോപണത്തിന് ശേഷം സമൂഹ മാധ്യമത്തിലൂടെ വേടൻ തന്നെ ക്ഷമാപണം നടത്തിയ ഒരു സംഭവം കൂടി ഉണ്ടെന്നായിരുന്നു പരാതിക്കാരി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിനോട് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, അതായത് പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തതൊക്കെ എവിടെയാണ്, അതിന്റെ വിശദാംശങ്ങൾ, നിലവിൽ ആ കേസിന്റെ സ്ഥിതി, ഇതൊക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ രേഖാമൂലം അറിയിക്കേണ്ടത്. ഇന്നും വാദം തന്നെയാണ് വേടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ തുടരുക. കഴിഞ്ഞ ദിവസം വാദം നടന്ന വേളയിൽ ചില ചോദ്യങ്ങൾ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരുന്നു. അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധത്തെ ബലാത്സംഗമായിട്ട് എങ്ങനെ കണക്കാക്കുമെന്നുള്ളൊരു ചോദ്യമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് മാത്രവുമല്ല, ഈ ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്ന സമയത്ത് എങ്ങനെ ബലാത്സംഗമായിട്ട് കണക്കാക്കാൻ സാധിക്കും, അങ്ങനെ കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകളിൽ പറയുന്നുമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണവും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഈ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പരാതിക്കാരി വാദം ഉന്നയിക്കുന്നത് എന്നുള്ളതായിരുന്നു മറ്റൊരു നിരീക്ഷണമായിട്ട് ഹൈക്കോടതി നടത്തിയത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്തായാലും വേടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണവും ഈ പറയുന്ന പരാതിക്കാരിയുടെ വാദങ്ങളും വേടന്റെ അഭിഭാഷകന്റെ വാദങ്ങളും കൂടി കേട്ട ശേഷം ഒരുപക്ഷെ ഉത്തരവിനായിട്ട് മാറ്റുകയായിരിക്കും ഈ ഹർജി ചെയ്യുക.